ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാലത്ത് വീടുകളിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു വിഭവമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അത് മാത്രമല്ല തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ കഞ്ഞിയും മുതിരയും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുതിര ഒന്ന് ശരിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ കല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വറുത്തെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. വറുത്ത് ചെയ്യുമ്പോൾ ഉള്ള ടേസ്റ്റ് ശരിക്കും സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, നല്ല രീതിയിൽ മൂത്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നുമല്ല, നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളർ പോലെ ആയി വരും. അത്രയും നേരം നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ മുതിര നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവായാൽ മാത്രം മതിയാകും. ഇത്രയും നേരം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. മുതിരയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ വേവുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കഞ്ഞിക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചുമന്നരിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ കഞ്ഞിക്ക് ഒരുപാട് വെള്ളം വരുന്ന രീതിയിലല്ല വെച്ചിരിക്കുന്നത്. കഞ്ഞി ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. മുതിരയും ഞാൻ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതും ഒരു 6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടിയത്. അപ്പോൾ കഞ്ഞിയും മുതിരയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുതിരയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളകാണ് ചേർക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കുരുമുളക് വേണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത കുരുമുളകാണ്, അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുഴുവനായിട്ടങ്ങ്, അതായത് തുളുമ്പി നിൽക്കുന്ന രീതിയിൽ എടുത്തിട്ടില്ല, ഇതുപോലെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 പച്ചമുളകാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ശകലം മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുഴുവനായിട്ടില്ല, ഇത്രയും മാത്രം മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട, ഇതുപോലെ മാത്രം വന്നാൽ മതിയാകും. അപ്പോഴത്തേക്കും നമ്മുടെ മുതിര ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളപ്പം മുതിര കടുക് വറുക്കാനുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും ഇട്ട് മൂപ്പിക്കേണ്ട, കുറച്ച് നേരം മാത്രം മതിയാകും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് കുഴഞ്ഞ രീതിയിലാണ് നമ്മൾ മുതിര ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം കുഴഞ്ഞ പോലെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. മുതിര അത്യാവശ്യം കുഴഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴയണമെന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നേരത്തെ തന്നെ നോക്കണം. നമ്മൾ ഓൾറെഡി മുതിരയ്ക്കകത്ത് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളിത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുതിരയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളോട് ചേർക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് ശരിക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞി കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് അരച്ച് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ പാലായിട്ടും ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാനിപ്പോൾ തേങ്ങ അരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ തേങ്ങ അരഞ്ഞ് കിട്ടേണ്ടത്. അപ്പം ഞാനിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1.25 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകം കൂടിപ്പോകരുത്, കുത്തൽ ഒരുപാട് കൂടിപ്പോകും. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ചൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. ഓൾറെഡി നമ്മുടെ കഞ്ഞി നല്ല ചൂടാണ്, എങ്കിലും കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ശരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ്. ഈ കഞ്ഞി മാത്രം കുടിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ സ്പെഷ്യൽ മുതിരകളുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും. ആ മുതിര നമ്മൾ വറുത്ത് വെക്കുന്നതുകൊണ്ട് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ മുതിരയ്ക്ക്. പിന്നെ കഞ്ഞിയുടെ കാര്യം പറയാനുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ഞാൻ ഇച്ചിരി കൂടി ഇട്ടത്രേ ഉള്ളൂ, ശകലം. അയ്യോ.